എന്നാൽ ഈ വേടനെതിരെ വന്ന 2021 പരാതിയിൽ ഇയാൾ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു വേടന്റെ പേരിൽ ഉണ്ടായത്. അതാണ് ഈ വർഷം തുടക്കത്തിൽ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവ് പിടിച്ചു. ഈ കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടും വേടനെ ആരാധിക്കാനും വേടന്റെ തെറ്റുകൾ മറച്ചു പിടിക്കാനും ഒരു ശ്രമം, പ്രത്യേകിച്ച് ഈ വേടന്റെ ആരാധകരെന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾ മുതലുള്ള ആളുകളാണ്. അവർ വളരെയധികം ഈ വേടന്റെ റാപ്പ് സോങ്ങിന്റെ ആരാധകരാണ്. ആ കലാകാരനോട് അവർക്ക് അഗാധമായ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേടൻ സ്വീകരിക്കപ്പെടുന്നത്. പക്ഷേ ഇത് ഈ തെറ്റുകൾ മറച്ചു വെക്കാനുള്ള ഒരു കാര്യമായിട്ട് ഈ ആരാധനയെ കാണരുത്. അത് ഈ ഇദ്ദേഹത്തിന്റെ ഫാൻസായ യുവതലമുറയിൽപ്പെട്ടവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന പരാതി പോലും അതിഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേടൻ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും ഒക്കെ തുടങ്ങുന്നു എന്നാണ് അറിയുന്നത്. ഈ സംഭവം നടക്കുന്നത് 2021 മുതൽ 2023 വരെ ഈ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന കോട്ടയം സ്വദേശിനിയായ യുവതിയെ വേടൻ കോഴിക്കോടും കൊച്ചിയിലും വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ ഡിജിറ്റൽ എവിഡൻസ് സഹിതമാണ് ഈ പെൺകുട്ടി ഇന്നലെ ഈ തൃക്കാക്കര പോലീസിൽ വിശദമായ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്.